നടവഴിയിലൂടെ സ്കൂട്ടർ ഓടിച്ചു കയറ്റിയ വിദ്യാർത്ഥി ട്രെയിൻ തട്ടി മരിച്ചതോടെ വഴിയടച്ച റെയിൽവേ. കോഴിക്കോട് വെള്ളയിൽ റെയിൽവേ സ്റ്റേഷന് സമീപമാണ് പ്രദേശവാസികളുടെ വഴിയടച്ച റെയിൽവേയുടെ സുരക്ഷയൊരുക്കൽ. സ്കൂൾ കുട്ടികളും പ്രായമായവരും റെയിൽവേ സ്റ്റേഷനകത്തുകൂടി കയറിയിറങ്ങിയാണ് പാളം മുറിച്ചു കടക്കുന്നത്. പുതുവത്സരാഘോഷം കഴിഞ്ഞ് മടങ്ങിയ +1 വിദ്യാർത്ഥി സ്കൂട്ടറുമായി റെയിൽവേ ട്രാക്കിലൂടെ കടന്നുപോകാൻ ശ്രമിച്ചതാണ് അപകടത്തിനിടയാക്കിയത്. ഇതോടെ വാഹനങ്ങൾ മാത്രമല്ല കാൽനട യാത്ര പോലും റെയിൽവേ വിലക്കി, വഴി കെട്ടിയടച്ചു. എരീനെ പഠിച്ച് ഇള്ളം ചൂടാ പറഞ്ഞമാതിരിയാണ് പെയ്തത്. കാരണം ഒരു കുട്ടി ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്തതിന് മൊത്തം റെയിൽവേ അടച്ച് ഭക്ഷിക്കുക. മാത്രം വിദ്യാർത്ഥികളും കടക്കാരും വീട്ടുകാരും പ്രായപ്പെട്ടവർ ഏറ്റവും സഫർ ചെയ്യുന്നത്. കാരണം അപ്പോൾ നാട്ടുകാർ 1.5 കിലോമീറ്റർ വളഞ്ഞു വരാനാണ് പറയുന്നത്. ഇതിൻ്റെ കൂടെ നിസ്സാരമായിട്ട് പ്രശ്നം എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റിയിരുന്നു. ഒരു റെയിൽവേ സ്ലീപ്പർ ഇട്ടുണ്ടെങ്കിൽ വണ്ടി പോകുന്നത് തടയാൻ പറ്റും. പലതവണ പറഞ്ഞത് അവർ നെഗ്ലിജൻസ്. പിന്നെ ഉത്തരവ് വന്നപ്പോൾ മുകളിൽ ഉത്തരവ് മൊത്തം അടച്ചാർച്ച ചെയ്തു. ഒരിക്കലും ന്യായീകരിക്കത്തക്കല്ല. ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്ര ആക്സിഡൻറ്റ് സംഭവിക്കുന്നുണ്ട്, റെയിൽവേ ലെവൽ ക്രോസിംഗിൽ എത്ര, അതൊക്കെ അടച്ചിയോ? അപ്പോൾ എന്താ യുക്തി? ലോജിക്കില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ട് ജസ്റ്റ് ഒരു പെഡസ്ട്രിയൻ കടക്കാനുള്ള വഴി മാത്രം ചോദിച്ചിട്ടുള്ളൂ. വാഹനം വിടണമെന്നും പറയില്ല. വഴി അടച്ചു കെട്ടിയ കമ്പികൾക്ക് മുകളിലൂടെ ചാടിയും നുഴഞ്ഞും പോകുന്നവരുമുണ്ട്. അത് സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ ചുറ്റി മറിഞ്ഞു പോകണം. അവിടെ വയസ്സായ ആൾക്കാരാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ സൈഡിലേക്ക് വരാനുള്ള സൗകര്യമില്ല. അപ്പം അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുക ചെയ്യുക. വഴി തുറക്കാൻ റെയിൽവേക്ക് നിവേദനം നൽകി കാത്തിരിക്കുകയാണ് നാട്ടുകാർ. റിപ്പോർട്ടർ, കോഴിക്കോട്.